നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളതാണ്. അവരുടെ ഒരു ഇമോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണുക. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ മറ്റൊരു വ്യക്തി ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു റീഡിംഗ് എടുക്കാമോ എന്നുള്ളൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു കമൻറ്റ് വന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു സംശയം വെക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട്, നിങ്ങളുടെ പേഴ്സൺ എവിടെയും പോവില്ല, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അതായത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, ആ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ആവുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ മറ്റൊരു വ്യക്തി ഉണ്ടോ നോക്കി അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു നെഗറ്റീവ് തോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള റീഡിംഗ് എടുക്കാത്തത്. പിന്നെ നിങ്ങളുടെ അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുമ്പോഴേ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ സംശയത്തിൻ്റെ പുറത്ത് ആ ഒരു റീഡിംഗ് കാണരുത് എന്നുള്ളത്. കൺഫേം ആയിട്ടുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കരുത് എന്ന് കരുതിയിട്ടാണ്. അതങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക്, അതായത് മറ്റൊരു പേഴ്സൺ ഉണ്ട് എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് ഇരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് കുറയുകയാണ്. അപ്പോൾ എന്തിനാണ് നമ്മളായിട്ട് നമ്മളുടെ കുഴി തോണ്ടുന്നത്? അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു സംശയരോഗിയായിട്ട് മാറരുത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾക്കൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ പേഴ്സൺ എവിടെയും പോവില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ മറ്റൊരു പേഴ്സൺ ഉണ്ടോ എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു സംശയം ഇട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എടുക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവായിട്ട് ഇരിക്കാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ എന്തെങ്കിലും ഫാമിലിയിൽ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ അത്രയും ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ കാരണം മാറി നിൽക്കുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹയറോഫന്റ് കാർഡാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു മാരേജ് സിറ്റുവേഷനിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു നിങ്ങൾക്ക് പറ്റുന്നവർക്ക് കേട്ടോ, ഒരു മാരീഡ് സിറ്റുവേഷനിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ആളുകൾക്ക് നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെന്റിലോട്ട് വരും. നിങ്ങൾക്കൊരു മാരേജിന് സാധ്യത ഉണ്ട്. രണ്ട് ഫാമിലിയും അംഗീകരിച്ചൊരു മാരേജിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് 8 ഓഫ് സോർട്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു മാനസികമായിട്ടുള്ള സ്റ്റെക്ക് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ്. ആ ഒരു സ്റ്റെക്ക് സിറ്റുവേഷന് റീസൺ ചിലപ്പോൾ അവർ ഇപ്പോൾ ഒരു ഏതെങ്കിലും അസുഖത്തിൽ നിൽക്കുക, അതായത് അസുഖമായിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും സുഖമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവരിപ്പോൾ മാനസികമായിട്ടൊരു സ്റ്റെക്ക് സിറ്റുവേഷനിലാണ്. നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കായാലും അങ്ങനെ ആയിരിക്കുമല്ലോ. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് കൂടുതൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാരണം മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ദ വേൾഡ് കാർഡാണ്. ഈ ഒരു സിറ്റുവേഷൻ ഒരു ചേഞ്ച് വരും, നല്ലൊരു ചേഞ്ച് വരും, ഒരു മാറ്റം വരും, നിങ്ങളിലേക്ക് വരും ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ മാറും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റും, അല്ലെങ്കിൽ അവർ തിരിച്ചു വരും. ഈ ഒരു സിറ്റുവേഷൻ മൊത്തം ആയിട്ടൊരു ചേഞ്ച് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. 6 ഓഫ് സോർട്സ് ആണ്. അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ്. അത് ഇവരുടെ ഈ ഇമോഷണലി അവർ വീക്കായ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്, ഇമോഷൻസ് കൺട്രോൾഡ് അല്ലാത്തത് കൊണ്ടാണ്. അതായത് അവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് അവർ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് കപ്സ് ആണ്. അത്രയും നിങ്ങളോട് സ്നേഹമുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ. ഇമോഷണലി നിങ്ങളുമായിട്ട് അത്രയും കണക്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ വിട്ടുപോകാനൊന്നും സാധിക്കുന്ന ഒരു മെന്റാലിറ്റിയിലുള്ള ഒരു പേഴ്സൺ അല്ല ഈ പേഴ്സൺ. പക്ഷേ അവരുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ്,
അല്ലെങ്കിൽ ഈ ഒരു ഡെത്ത് കാർഡ് കാണിക്കുന്നത് ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടായിരിക്കാം, അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ ഹോസ്പിറ്റലും വീടും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലോട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവർ നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ദ മൂൺ കാർഡാണ്, അതായത് അത്ര ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അവർ വീക്കായിട്ട് അവർക്ക് പല ചിന്തകളും അവരുടെ മനസ്സിലുണ്ട്. അവരിപ്പോൾ മാനസികമായിട്ടൊരു സ്ട്രോങ് സിറ്റുവേഷൻ അല്ല, ഭയങ്കരമായിട്ട് വീക്കായിട്ട് പെയിൻഫുൾ ആയിട്ട് ഒരു നമ്മൾ കരയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല, നമുക്ക് ഒരുപാട് വിഷമം വന്ന് കരയുന്ന ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ഇതിന് കാരണം ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ ഏതെങ്കിലും ആളുകൾ ഒരു ഡെത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവർ അത്രയും ഒരു വയ്യാത്ത സിറ്റുവേഷനിൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കിടപ്പിലായിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് സോഴ്സ് ആണ്. അത്രയും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് അവരുള്ളത്. അവർ ചിലപ്പോൾ അധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഇത്. അപ്പോൾ അത് കാരണം ഇവർ അത്രയും മാനസികമായിട്ട് മുറിവേറ്റ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മെന്റലി അവർ ഭയങ്കര പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. 2 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിയിൽ മാതാപിതാക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ സിസ്റ്റർ ബ്രദർ അങ്ങനെയുള്ള അവരുമായിട്ട് കണക്ട് ചെയ്ത ആളുകൾക്കായിരിക്കാം ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത്. അപ്പോൾ അത് അവരെ വല്ലാതെ ബാധിക്കുമല്ലോ, അതിപ്പോൾ നിങ്ങളായാലും ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന ഹോസ്പിറ്റലാണെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും, മാനസികമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ 9 ഓഫ് വാൺസ് ആണ്. ഇവർ പേടിയിലാണ്, ഇവരുടെ ഹെൽത്ത് ഇഷ്യൂസ് റെഡി ആവോ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള മാനസികമായിട്ടുള്ള ഒരു ഭയം ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. ആ ഒരു ഭയത്തിന് പുറത്താണ് അവർ നിൽക്കുന്നത്. ഇന്നത്തെ റീഡിങ് മൊത്തം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പക്ഷേ അത് ഇവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളോടുള്ള ഇമോഷൻസിന്റെ കാര്യത്തിലൊന്നും ഒരു കുറവുമില്ല. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ് വന്നിട്ടുള്ളത്. ഹയറോഫന്റ് കാർഡ് കാണിക്കുന്ന ഒരു മാരേജ് സിറ്റുവേഷന്റെ കാർഡാണ്. നിങ്ങൾക്ക് ഒരു നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് ആണ് താനും ഈ ഒരു പേഴ്സൺ. പക്ഷേ അവരുടെ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് അവർ നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച വെച്ച് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആവില്ല, കുറച്ച് പേർക്ക് റെസിനേറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഇന്ന് യൂണിവേഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജാണ് തന്നിട്ടുള്ളത്. ലവ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ലവ് എന്ന് വന്നാൽ പിന്നെ എന്താണ്, ഐ വാണ്ട് ടു മേക്ക് ലവ് ടു യു എന്നാണ് പറയുന്നത്. അവരത്രയും നിങ്ങളോട് സ്നേഹത്തോടെയാണ് നിൽക്കുന്നത്, നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്. അതിപ്പോൾ ഈ ഒരു ക്യൂനോ കപ്സിന്റെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് അത്രയും സ്നേഹം നിങ്ങളോടുണ്ട് എന്നുള്ളതാണ്. അത്രയും പ്രണയത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്നാണ് കാണിക്കുന്നത്. ഫോളോ യുവർ ബ്ലിസ് എന്നാണ്. അതായത് ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അവരുടെ സിറ്റുവേഷൻ ക്ലിയർ ആവുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക, നിങ്ങളുടെ കാര്യങ്ങളുടെ എൻഗേജ്ഡ് ആവുക. ഇവരുടെ സിറ്റുവേഷൻ ക്ലിയർ ആവുന്ന സമയത്ത് നിങ്ങളോട്ട് വരും. നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊന്നും പാടില്ല, അങ്ങനെ ചിന്തിക്കാതെ ഇരിക്കുക. ഇവരെന്തായാലും നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക നിങ്ങളുടെ ലൈഫിൽ എന്നാണ് പറയുന്നത്. ഡിവൈൻ ടൈമിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ, അവരുടെ ആ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടിലൂടെയുള്ള ആ ഒരു സിറ്റുവേഷന് ചേഞ്ച് വന്നാൽ ആ ഒരു ചേഞ്ച് വരും. അതുപോലെ ഈ ഡിവൈൻ ടൈമിങ്ങിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഒരു കാം ആവുന്ന സമയത്ത്, അവർക്ക് കുറച്ചുകൂടി സമാധാനം കിട്ടുന്ന ഒരു സമയത്ത് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും, നിങ്ങളെ വിളിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇല്യൂഷൻ എന്നാണ്. ഇതാണ് ശരിക്കും ഇല്യൂഷൻ കേട്ടോ. കാരണം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇല്യൂഷനാണ്. നിങ്ങൾ ശരിക്കും ഈ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി എന്നായിരിക്കും കരുതുന്നുണ്ടായിരിക്കുക, പക്ഷേ അങ്ങനെയല്ല.
അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് കാരണം മാറി നിൽക്കുകയാണ്, അവരുടെ ഫാമിലിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണം മാറി നിൽക്കുകയാണ്. ശരിക്കും ഇതൊരു ഇല്യൂഷനാണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഈ ഒരു ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലല്ല, ഇത് യാഥാർത്ഥ്യമല്ല, ഇത് വെറും ഇല്യൂഷനാണ്. അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, ഡൗട്ട് എന്നാണ്, നിങ്ങൾ അവരെ കുറിച്ച് ഡൗട്ട് അടിക്കരുത്. അവർ മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയോ, അതോ നിങ്ങളെ വിട്ടുപോയതാണോ, അതോ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കി പോയോ, നിങ്ങളെ സത്യം പറഞ്ഞാൽ നിങ്ങളെ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ഇവരെ ഡൗട്ട് ചെയ്യരുത്. അവരുടെ പ്രശ്നം കാരണം മാത്രം മാറി നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് നോക്കാം. നോ എന്നുള്ളതാണ് ആൻസർ. അതായത് ഇവർ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോവില്ല. അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതല്ല. നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതല്ല നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ സാഹചര്യം കാരണം മാത്രം മാറി നിൽക്കുവാണ് എന്നുള്ളതാണ് ഈ ഒരു നോ കാർഡ് കാണിക്കുന്നത്. ഓക്കെ, ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നുള്ള പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് മെഡിറ്റേഷൻ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. നോട്ട് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ്. ഇതൊരു ശരിയായൊരു ടൈം അല്ല. അതായത് അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ, ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ടൈം അല്ല, നിങ്ങളിലേക്ക് വരാൻ പറ്റുന്ന ഒരു ടൈം അല്ല. അതുകൊണ്ട് മാത്രം അവർ മാറി നിൽക്കുവാണ്. അല്ലാതെ നിങ്ങളെ ഉപേക്ഷിച്ച് ഈ ഒരു പേഴ്സൺ പോയതല്ല. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇല്യൂഷനാണ്. അവർ തിരിച്ചു വരും. വെയിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. അവരുടെ പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ ബി എന്നാണ്. തൃക്കേട്ട 1999, തിരുവോണം, ലെറ്റർ എച്ച് 1986, ലെറ്റർ പി, ലെറ്റർ ഒ, പൂരം, ലെറ്റർ എം, ചതയം 1993, അശ്വതി 1992, 1994, ലെറ്റർ എ, ഉത്രാടം, ഭരണി, അവിട്ടം, ചോതി 1991. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.